കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി രക്തബന്ധുവിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പും രക്തദാതാക്കളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി രക്തബന്ധവും സെൻട്രൽ സ്ക്വയർ എറണാകുളവും ലിസി ആശുപത്രിയും സംയുക്തമായി നടത്തിയ രക്തദാന ക്യാമ്പ് രക്തദാതാക്കൾക്ക് ആദരവ് എറണാകുളം സെൻട്രൽ സ്ക്വയറിൽ നടന്നു. ക്യാമ്പ് ടി.ജെ. വിനോദ് MLA ഉദ്ഘാടനം ചെയ്തു. ഓരോ നിമിഷവും ഓരോ ജീവൻ നിലനിർത്താൻ വേണ്ടി രക്തം ആവശ്യമായി വരുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള സംരംഭങ്ങളിൽ യുവതിയുവാക്കളും മുന്നോട്ട് വരണമെന്ന് MLA പറഞ്ഞു. CCS പ്രസിഡന്റ് സലീം ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. സെൻട്രൽ സ്ക്വയർ മാൾ ഹെഡ് ബ്രീസൻ ആന്റണി, H. മുഹമ്മദ് ബാബു സെറ്റ്, ഫാദർ രജു കണ്ണമ്പുഴ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ലിസി ഹോസ്പിറ്റൽ, സെൻട്രൽ സ്ക്വയർ മാൾ മാർക്കറ്റിംഗ് മാനേജർ T.K. മുഹമ്മദ് നസീം, ഡോക്ടർ ജയശങ്കർ P, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ലിസി ആശുപത്രി, F&B മാനേജർ ബിനോയ്, സുബൈബത്ത് ബീഗം, അനീഷ് കൊച്ചി എന്നിവർ സംസാരിച്ചു. രണ്ടാം തവണയാണ് സെൻട്രൽ സ്ക്വയർ മാൾ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നിരവധി പേർ രക്തദാനത്തിൽ പങ്കുചേർന്നു. കൂടുതൽ തവണ രക്തദാനം ചെയ്ത സഹോദരന്മാരായ രക്തദാതാക്കൾക്ക് ആദരവ് നൽകി. ക്യാമ്പിന് CT താജുദ്ദീൻ, ഷീജ സുധീർ, PA ഫാത്തിമ, ML ഷിബില, TK തനൂജ എന്നിവർ നേതൃത്വം നൽകി. ബ്ലഡിന് വേണ്ടി അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം അന്ന് മനസ്സിലായത്. അതിനുശേഷം അള്ളാഹുവിൻ്റെ കാഠിന്യം കൊണ്ട് പല പ്രാവശ്യവും ബ്ലഡ് കൊടുക്കാൻ ഞാൻ ശ്രമിക്കുകയുണ്ടായിട്ടുണ്ട്. പലർക്കു വേണ്ടി കൊടുത്തിട്ടുമുണ്ട്. അത് സന്തോഷകരമായ ഒരു വിഷയമാണ്. അപ്പോൾ ആ നിലയിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സലീം ഷക്കൂറും അതുപോലെ ശംസുയാക്കൂസിനൊക്കെ വിളിച്ചപ്പോൾ സന്തോഷം തോന്നി. കാരണം ഇത് വലിയൊരു മഹത്തായ പരിപാടിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാര കാര്യമല്ല. എന്തായാലും ഇങ്ങനൊരു രക്തദാന പരിപാടികൾ നടത്തുമ്പോൾ അതിന് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഇത് ആശംസകൾ. എനിക്ക് തോന്നുന്നു ഈ കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി ചെയ്യുന്നത് ഈ മൂല്യവത്തായ കർമ്മവും മൂല്യവത്തായ ജീവിത ബോധ്യങ്ങളും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു. ഇപ്പം തന്നെ ഞാൻ ഡോക്ടർ രമി, ഞങ്ങളുടെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിനിലെ HOD ഡോക്ടർ രമി ഇവിടെയുണ്ട്. ഡോക്ടർ രമിയോട് ഞാൻ ചോദിക്കുകയായിരുന്നു, ഈ ബ്ലഡിന് സമാനമായിട്ട് ഏതെങ്കിലും ആർട്ടിഫിഷ്യൽ പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന്. അപ്പോൾ ഡോക്ടർ രമി എന്നോട് പറഞ്ഞത് മാർക്കറ്റിലില്ല, ഇപ്പോൾ എക്സ്പെരിമെൻറ്റേഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ തതുല്യമായ ഒരു പ്രൊഡക്റ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത, എന്നാൽ ജീവന് നിലനിർത്താൻ അനിവാര്യമായ ഒരു കാര്യമാണ് ഈ രക്തം. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ നൽകാവുന്ന എന്ന ഏറ്റവും വലിയ ജീവന്റെ ദാനവുമാണ് രക്തം എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഏത് സർജറിക്ക് മുമ്പും ആളുകളോട് രക്തം സംഭരിച്ചു വയ്ക്കാൻ നിങ്ങൾ ഡോണേഴ്സിനെ കൊണ്ടുവരണമെന്ന് പറയും. ചില ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായി ഈ സെൻട്രൽ സ്ക്വയർ മാളിൽ വരുന്ന വ്യക്തികളും ഇന്നത്തെ ജീവനക്കാരും സംയുക്തമായി ഇത്തരമൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ നഗരത്തിലും നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇതെല്ലാമാണ് ഇത്തരമൊരു പ്രവർത്തനത്തിലേക്ക് ഞങ്ങളെല്ലാം കൂടുതൽ അടുപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി സംതൃപ്തിയുമായി സൂചിപ്പിക്കും. ബഹുമാനായ ബാബു സേട്ട്, ഞാൻ 10:30 മണിക്ക് തന്നെ വരണമെന്ന് ബാബു സേട്ടിനോട് പറഞ്ഞതാണ്. അപ്പോൾ ബഹുമാനായ ബാബു സേട്ട് ഉൾപ്പെടെ DUHSൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അധിപൻ എന്നുള്ളത് അദ്ദേഹം ഈ ചടങ്ങിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ നടക്കുന്നത് അതിനെ ഇവിടെ എത്തിച്ചേർന്ന ഏറ്റവും പ്രിയങ്കരനായ എറണാകുളത്തിൻ്റെ നിയമസഭാ സാമാജികൻ T.J. വിനോദ് അവർ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ DC ഹോസ്പിറ്റലിലെ ഡയറക്ടർ ഫാദർ ജോ, നമ്മുടെ കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ ഏകദേശം 10-30 വർഷമായിട്ട് നമ്മളുടെ എപ്പോഴും ചേർന്ന് നിൽക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ H. മുഹമ്മദ് ബാബു സേട്ട് തുടങ്ങി ഇതുമായി സഹകരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നമ്മൾ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാലഘട്ടമാണ്. ഈ 31 കൊല്ലം നമ്മളൊരു സംഘടന നടത്തിക്കൊണ്ടുപോവുക എന്നുള്ളത് വലിയ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഒരു മുടക്കവുമില്ലാതെ 139ാമത്തെ ഒരു രക്തദാന ക്യാമ്പ് നടത്തുന്ന മറ്റുള്ള സംഘടനകളുണ്ടോയെന്ന് എനിക്കറിയില്ല. എങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ പ്രത്യേകിച്ച് ന്യൂസ് ബ്യൂറോ, കൊച്ചി.